നമസ്തേ. ജനിച്ചതു മുതൽ ഇരുട്ടിന്റെ തടവറയിൽ കഴിയുന്ന ഒരു വ്യക്തി, അയാൾ ഒരിക്കലും പ്രകാശം കണ്ടിട്ടില്ല. ആ തടവറയിലേക്ക് ഒരു സുഷിരത്തിൽ കൂടെയാണെങ്കിലും അല്പം വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആ വെളിച്ചം വിട്ടു പോവുകയില്ല. പിന്നീട് അവൻ എപ്പോഴും ആ വെളിച്ചത്തെ തെരഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെയാണോ സത്യത്തിന്റെ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സ്പിരിച്വൽ എനർജി, ആത്മീയമായിട്ടുള്ള വെളിച്ചം ഒരു മനുഷ്യനിലേക്ക് വരുന്ന സമയത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വെളിച്ചത്തിനെ അന്വേഷിക്കുന്നത് പോലെ ഈ ആത്മീയ ചൈതന്യത്തെ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ആ പരാശക്തിയെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് മനുഷ്യന്റെ ദൈവാന്വേഷണം എന്ന് പറയുന്നത്. ചെറിയ ചില അനുഭവങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ, എല്ലാവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം നമ്മുടെ ബോധമണ്ഡലത്തിന് വികാസം പ്രാപിക്കുന്ന സമയത്താണ് നമ്മൾ വീണ്ടും അതിനെ അന്വേഷിച്ചിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും കൊണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. പണ്ട് കാലം തൊട്ട് പല മതങ്ങളും നമ്മളെ പഠിപ്പിച്ചതുപോലെ എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ കുടുംബത്തെയും ബന്ധുക്കളെയും എല്ലാവരെയും ഇട്ടെറിഞ്ഞു പോകുന്ന അവസ്ഥയിൽ മാത്രമുള്ള ഒരു സംഗതിയല്ല ആത്മീയ അന്വേഷണം അല്ലെങ്കിൽ ദൈവിക അന്വേഷണം എന്നുള്ളത്. ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത്, ഈ കലിയുഗത്തിൽ നമ്മുടെ ഈ ജീവിതം, ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിനോടൊപ്പം തന്നെ സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുവഴി ജ്ഞാനോദയത്തിലേക്കും മോക്ഷത്തിലേക്കുമുള്ള നമ്മുടെ യാത്ര നടത്താനായിട്ടും സാധിക്കും. പക്ഷേ നമുക്ക് കണ്ണുണ്ടായിരിക്കണം. നമ്മുടെ മൂന്നാമത്തെ കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥകളെ തിരിച്ചറിയാനുള്ള നമ്മളുടെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ അല്ലെങ്കിൽ സിക്സ്ത് സെൻസ് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം എന്ന് മാത്രം. നമ്മളൊക്കെ പല സമയത്തും അസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ അസ്ട്രൽ ട്രാവൽ ചെയ്യാനായിട്ട് കഴിയുന്ന ആളുകളെയൊക്കെ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. അവരോടൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ സ്വന്തം ഉള്ളിൽ ഈ വെളിച്ചമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ മറ്റൊരു വ്യക്തിക്ക് അതുണ്ട് എന്ന് കാണുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക, അതറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് ഭൂരിഭാഗം മനുഷ്യർക്കുമുള്ളത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് അസ്ട്രൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലും യു ആർ ഓൾസോ ആൻ അസ്ട്രൽ ട്രാവലർ എന്ന് പറയുന്നത് പോലെ നമ്മളും ഒരു അസ്ട്രൽ യാത്രികനാണ് എന്ന് പറയുന്നത് പോലെ ആത്മീയ ലോകത്തിലൂടെ നമുക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്, അത്തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഈ ജീവിതവും ആത്മീയമായിട്ടുള്ള അവസ്ഥകളും രണ്ടാണ് എന്നതിനപ്പുറത്തേക്ക് ഇത് തമ്മിൽ വളരെ ചെറിയൊരു മറ നമുക്കിടയിലുണ്ട്. ആ മറ നീക്കി ഇതിനെ രണ്ടിനെയും മെർജ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി ഇതിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള വീക്ഷണങ്ങൾ മാറും എന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ള അവസ്ഥകളെ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്ന സമയത്ത് നമ്മളും സ്പിരിച്വൽ വേൾഡിലേക്ക് ആക്സസ് എടുക്കുകയാണ്. അത് മരണത്തിന് ശേഷമോ അല്ലെങ്കിൽ ജനനത്തിന് മുൻപോ ഉള്ള ഒരു അവസ്ഥ മാത്രമല്ല, ഈ ഇരിക്കുന്നതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എക്സ്പീരിയൻസസിലും നമ്മുടെ ആ ഒരു ആത്മീയമായിട്ടുള്ള സോഴ്സിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് പല സമയത്തും നമ്മളിലൂടെ നടന്നത്, നമ്മൾ അറിഞ്ഞും അറിയാതെയും എന്നൊക്കെ ഉള്ളതാണ് ഞാൻ വിവരിക്കാനായിട്ട് പോകുന്നത്. ഒരാത്മാവ് മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ശരീരം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിന്റെ എസൻസ് ആകുന്നതായിട്ടുള്ള അവസ്ഥയാണ് ഇതറിക് പ്ലെയിൻ എന്ന് പറയുന്നത്. ഒരാത്മാവ് ഒരു മനുഷ്യന്റെ ശരീരം വെടിയുന്ന സമയത്ത് ആദ്യമായിട്ട് അതിനെ നമുക്ക് ആത്മാവ് എന്ന് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ ഇതറിക് ബോഡി എന്ന് പറയുന്നത് ഇതറിക് പ്ലെയിനിലേക്കായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷം വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു ടൈമിൽ അവിടെ ചെലവഴിച്ചതിന് ശേഷം പിന്നീട് ആത്മാക്കൾ പ്രവേശിക്കുന്നതായിട്ടുള്ള തലമാണ് അസ്ട്രൽ ലെവൽ എന്ന് പറയുന്നത്. ഈ അസ്ട്രൽ ലോകത്ത് നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ആത്മാക്കള്, അതുപോലെ തന്നെ ഗൈഡ്സ്, നമ്മളെ മിസ്ഗൈഡ് ചെയ്യുന്നതായിട്ടുള്ള സ്പിരിറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്വർഗ നരകങ്ങളുടെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും അസ്ട്രൽ ലോകത്തുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഏഞ്ചൽസും പ്രൊഫറ്റ്സിനെയും ഒക്കെ അസ്ട്രൽ ട്രാവൽ നടത്തുന്ന ആളുകൾക്ക് മീറ്റ് ചെയ്യാനും അവരുമായിട്ട് സംവദിക്കാനായിട്ടും സാധിക്കും. ഒരുപാട് ക്രിയേറ്റീവ് ജീനിയസുകൾ ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് പോയിട്ട് അസ്ട്രൽ ലെവലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് സ്പിരിറ്റ്സിനെയും അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സിനെ, ഗുരുക്കന്മാരെ, അവരെ സഹായിക്കുന്നതായിട്ടുള്ള നൈറ്റ് കൗൺസിലേഴ്സിനെ ഒക്കെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അവരിൽ നിന്ന് ഇൻസ്പിരേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ പിന്നീട് പുതിയ ആശയങ്ങളുമായിട്ട് വരുന്നത്. അല്പം ഭ്രാന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാര്, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകള്, വലിയ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ജീവിതം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ദർ ഈസ് നോ ജീനിയസ് വിത്തൗട്ട് എ ലിറ്റിൽ ബിറ്റ് മിക്സ്ചർ ഓഫ് മാഡ്നസ് എന്നാണ് പറയുന്നത്. ഒരല്പം ഭ്രാന്തില്ലാത്തതായിട്ടുള്ള ഒരു ജീനിയസുകളും ഇല്ല. തീർച്ചയായിട്ടും ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥ
മാനസിക രോഗങ്ങളും സൈക്കോളജിയും ഒക്കെ ആ ഒരു വശത്ത് നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് നമ്മൾ നോർമലാണ് എന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തിയെ പലരും പറയാറുണ്ട് അയാൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ജീനിയസുകളെ ആക്സസ് ചെയ്യുന്നതായിട്ടുള്ള അബ്നോർമൽ ലെവൽ എന്ന് പറയുന്നതാണ് നോർമൽ എന്ന് ഞാൻ ഇവിടെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞ കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയാണെന്നാണ് പൊതുവെ ഇന്നത്തെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ് വേൾഡിന്റെ ഒരു വെപ്പ് എന്ന് പറയുന്നത്. പക്ഷേ എക്സ്ട്രാ പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നോർമൽ ആയിട്ടുള്ള അവസ്ഥയെ മറികടക്കേണ്ടിയിരിക്കുന്നു. വൺസ് അതിനെ മറികടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വെളിച്ചത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് ദ റിയൽ ആയിട്ടുള്ള നോർമൽ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ആയിരിക്കുന്നതായിട്ടുള്ള ഈ ഭൗതികമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിനപ്പുറത്തേക്കുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഉന്നതമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ വർക്ക്, സ്മാർട്ട് വർക്ക് എന്നൊക്കെ നമ്മൾ പല സമയത്തും വിളിക്കാറുണ്ട്. ഹാർഡ് വർക്കിന് അപ്പുറത്തേക്കുള്ള ഇത്തരത്തിലുള്ള തലങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അസ്ട്രൽ ലെവലിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ആത്മാക്കൾ ഉണ്ടായിരിക്കും, നമ്മളെ ഗൈഡ് ചെയ്യുന്നതായിട്ടുള്ള അഡെപ്റ്റ്സ് ഉണ്ടായിരിക്കും, പ്രബുദ്ധരായിട്ടുള്ള ആത്മാക്കൾ ഉണ്ടായിരിക്കും, നമ്മളുടെ ഗുരുക്കന്മാരുണ്ടായിരിക്കും, നമ്മുടെ ആൻസിസ്ട്രൽ സോൾസ് ഉണ്ടായിരിക്കും. ഈ അസ്ട്രൽ പ്ലെയിനിൽ ഈ ആത്മാക്കൾക്ക് എല്ലാ കാലത്തും നിലനിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അതിനൊരു ടൈം ബൗണ്ടറി ഉണ്ട്. ആ ടൈം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പെർസീവ് ചെയ്യുന്നതായിട്ടുള്ള ടൈമിനപ്പുറത്തേക്ക് അത് ദൈവികമായിട്ടുള്ള ദൈവത്തിന്റെ ഒരു സമയം എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം അത് ദൈവികമായിട്ടുള്ള ഈശ്വരൻ, ക്രിയേറ്റർ ആണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ആത്മാവിന്റെ കർമ്മവും അതിന്റെ പുനർജന്മം അല്ലെങ്കിൽ അതിന്റെ നിർവികൽപ്പ സമാധിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള അവസ്ഥയെ ഒക്കെ ആശ്രയിച്ച് ഒരാത്മാവ് എത്ര കാലം അസ്ട്രൽ ലോകത്ത് ഉണ്ടാകും എന്നുള്ളതിനെ നിർണ്ണയിക്കുന്നു. അപ്പൊ ചില ആത്മാക്കൾ അസ്ട്രൽ ലോകത്ത് നിന്ന് ഭൗതികമായിട്ടുള്ള ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ദുരാത്മാക്കൾ അല്ലെങ്കിൽ ദുർമരണത്തിലോ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം അത്ര കണ്ട് താല്പര്യത്തോടെ അല്ലാതെ വെടിഞ്ഞു പോയതും അല്ലെങ്കിൽ പിന്നീടും ഇവിടുത്തെ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് വീണ്ടും അസ്ട്രൽ ലോകത്തോടെ കറങ്ങി നടക്കുന്ന ആത്മാക്കളാണ് ദുരാത്മാക്കൾ. അവർ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ കൂടെയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഓർഗാനിസങ്ങളിൽ കൂടെയോ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടത്താനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ചില ആത്മീയവാദികൾ വിശ്വസിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആത്മാക്കളെയും നെഗറ്റീവായിട്ടുള്ള ആത്മാക്കളെയും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൺസ് എപ്പോഴെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ആത്മാക്കളായിട്ടാണെങ്കിലും ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്തർജ്ഞാനം നമ്മളോട് പറയുകയാണ് ഇതൊരു ആത്മാവിന്റെ സ്വരമാണ്, നിന്റെ ഇൻഡ്യൂഷനോ നിന്റെ ഉള്ളിൽ നിന്നോ വരുന്നതായിട്ടുള്ള സ്വരമല്ല, അതിനപ്പുറത്തേക്ക് ആത്മീയ ലോകത്ത് നിന്ന് നിന്റെ ഏതെങ്കിലും ഒരു ആൻസിസ്റ്റർ അല്ലെങ്കിൽ മറ്റേതോ ഒരു സോളാണ് നമ്മളിലേക്ക് ഈ കാര്യം പറഞ്ഞു തരുന്നത് എന്നുള്ളത്. ഇതിനെ ചില മനഃശാസ്ത്രജ്ഞരൊക്കെ കാണുന്നത് ഡെല്യൂഷനായിട്ടും ഹാലൂസിനേഷനായിട്ടും ഒക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പാരാസൈക്കോളജിയുടെയും മെറ്റാഫിസിക്സിന്റെയും ഒക്കെ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിനൊക്കെ സയൻസിന് കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില അവസ്ഥകളുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലൊരു ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അസ്ട്രൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ അസ്ട്രൽ ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല തലങ്ങളുണ്ട് എന്നുള്ളത് മുൻപുള്ള വീഡിയോകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. മാനസിക തലവും കാരണതലവും ഒക്കെ ഞാൻ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് അത്തരത്തിലുള്ള നൂലാമാലകളിലേക്ക് ഞാൻ ഇപ്പോൾ സഞ്ചരിക്കുന്നില്ല. അപ്പൊ അസ്ട്രൽ അനുഭവങ്ങളിൽ അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം വ്യക്തമായിട്ടുള്ള വിവിഡ് ഡ്രീംസ് അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്വപ്നങ്ങളാണ്. പല ആളുകളും സ്വപ്നങ്ങൾ കാണാറുണ്ട്, എന്നാൽ ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ള കാര്യം പോലും അവെയർ ആയിരിക്കില്ല മോസ്റ്റ് ഓഫ് ദി ആളുകളും. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വപ്നം വളരെ വ്യക്തമായിട്ട് കാണും, ഈ സ്വപ്നത്തിനെ ഓർത്തിരിക്കാനായിട്ടും സാധിക്കുന്നു. ഇത് അസ്ട്രൽ അനുഭവങ്ങളുടെ ഒരു അംശമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഈ സ്വപ്നത്തിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു സന്ദേശം ലഭിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന സ്വപ്നത്തിനെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, പല സ്വപ്നങ്ങളും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അവിടെ നിയന്ത്രണമില്ല, നമ്മൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും, നമ്മൾ മനസ്സുകൊണ്ട് വിഷമിക്കും. ആ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. നമ്മൾ സന്തോഷിക്കും, ഒരു സന്തോഷത്തിന്റെ തൊട്ടടുത്ത് എത്തുന്ന സമയത്ത് ആ സ്വപ്നം അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ദുഃഖത്തിലേക്ക് ആ സ്വപ്നത്തിലൂടെ പോവുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് സ്വപ്നത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ആ സ്വപ്നത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ആ സ്വപ്നത്തിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന പോലെ നമുക്ക് ആ സ്വപ്നത്തിനെ വിവിഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ലൂസിഡ് ഡ്രീമിങ് എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ഹാഫ് സ്ലീപ്പ് സ്റ്റേജിലാണ് ആളുകൾ കാണാറുള്ളത്. ഒരു സെൽഫ് ഹിപ്നോസിസ് അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം ഉറക്കത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടായേക്കാം, നമ്മുടെ കഴുത്തിന് ഒരു ജീവി വന്ന് പിടിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടുന്നതായിട്ടുള്ള അവസ്ഥ. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ മനഃശാസ്ത്രത്തിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. ബട്ട് വളരെ റെയർ ആയിട്ട് ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചില സന്ദേശങ്ങൾ സ്പിരിറ്റ് വേൾഡിൽ നിന്ന് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു ആക്സസ് ലഭിക്കുകയാണ്.
നമുക്ക് വളരെ ജീവിതത്തിനെ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില മെസ്സേജസ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുകയാണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, വ്യക്തതയാർന്നതും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നതുമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്ന അവസ്ഥ. അടുത്തതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ ആണ്. ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അത് ചെയ്യണമോ വേണ്ടയോ എന്ന് ചിലപ്പോൾ നമ്മുടെ തന്നെ മനസാക്ഷി പറയുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയുന്നത് നമ്മുടെ മനസാക്ഷിയല്ല, എക്സ്റ്റേണൽ സോൾ ആണ്, മറ്റൊരു സ്പിരിറ്റ് ആണ് നമുക്ക് ഈ സന്ദേശം തരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് ആണ്, ഏഞ്ചൽസ് ആണ് നമുക്ക് ഈ സന്ദേശം നൽകുന്നത് എന്നൊക്കെയുള്ള അവയർനെസ്സോട് കൂടി നമുക്ക് അതിശക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ യഥാർത്ഥത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ദ വോയിസ് ഓഫ് യുവർ സോൾ എന്നാണ് പറയുന്നത്, നമ്മുടെ ആത്മാവിന്റെ തന്നെ സ്വരമാണ്. പക്ഷെ ചില സമയങ്ങളിൽ മറ്റാത്മാക്കളും കൂടി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയേക്കാം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആത്മാവിന്റെ സ്വരമാണോ അല്ലെങ്കിൽ സ്പിരിറ്റ് വേൾഡിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആണോ, എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ആത്മാവ് തന്നെയാണ് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്നുള്ളത്. അപ്പൊ ആ സോളിൽ കൂടെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ ഇൻഡ്യൂഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്തു തന്നെയാണെങ്കിലും ആത്മാവിന്റെ സ്വരത്തിനെ, അത് നമ്മുടെ ആത്മാവിൽ നിന്നായാലും മറ്റുള്ള ആത്മാക്കളിൽ നിന്നായാലും സ്പിരിറ്റ് വേൾഡിൽ നിന്നായാലും ഹയർ സെൽഫിൽ നിന്നായാലും ദൈവത്തിൽ നിന്നായാലും അല്ലെങ്കിൽ ക്രിയേറ്ററിൽ നിന്നായാലും നമുക്കതിനെ വളരെ വ്യക്തമായിട്ട് ശ്രവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിനെ ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും കോൺഫിഡൻസോടു കൂടിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഓരോ തോട്ട്സിനെയും ഓരോ വർത്തമാനങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് ഒരു എക്സ്ട്രാ പവർ, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കിട്ടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള 98% ആളുകൾക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ തിങ്കിങ് പവർ അല്ലെങ്കിൽ എക്സ്ട്രാ മൈലേജിൽ തിങ്ക് ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഇൻസ്പിരേഷൻ ഈ ഭൗതികമായിട്ടുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില ആളുകളുടെ വിജയത്തിന് പിന്നിൽ ചാത്തൻ സേവയാണെന്നൊക്കെ പറഞ്ഞാണ് പല ആൾക്കാരും ആശ്വാസത്തിലെത്തുന്നത്. പക്ഷേ ചാത്തൻ സേവയെല്ലാം അതിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള ഡയമെൻഷൻസിൽ നിന്ന് ഹെൽപ്പ് കിട്ടുകയും ഒരു വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള ഉയർച്ചയിലേക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അയാളെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചാത്തൻ സേവയോ മാനസിക പ്രശ്നമോ ഒന്നുമല്ല, പോസിറ്റീവായിട്ടുള്ള വളർച്ചയിലാണ് റിസൾട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്പിരിച്വൽ ലെവലിൽ നിന്നുള്ള സപ്പോർട്ടാണ്. യു ആർ ഓൾസോ ആൻ അസ്ട്രൽ ട്രാവലർ എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളെ ഭൗതികതയും ലിമിറ്റഡ് ആയിട്ടുള്ള തോട്ട്സും അല്ലെങ്കിൽ സ്പിരിറ്റ് വേൾഡും തമ്മിലുള്ള ആ ഒരു അന്തരം ഇല്ലാതെ ആവുകയുമാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് OBE എന്ന് പറയുന്ന ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആണ്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് നമുക്ക് പല രീതിയിലുണ്ടാവും. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്ന് നമ്മുടെ ശരീരത്തിനെ ദർശിക്കുന്നു, നമ്മളുടെ മുറി ദർശിക്കുന്നു, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, വേറൊരു വ്യക്തിയെ കാണുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു തരത്തിലുള്ള അസ്ട്രൽ ട്രാവലിംഗ് ആണ്. ചില കേസുകളിൽ ഇത്തരത്തിൽ ഉറക്കത്തിൽ നിന്ന് രാത്രിയിൽ പുറത്തൂടെ ഇറങ്ങി നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് മറ്റൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയും പിറ്റേ ദിവസം ആ സുഹൃത്ത് ചോദിക്കുകയും ചെയ്യുകയാണ് ഇന്നലെ രാത്രിയിൽ എങ്ങോട്ടാണ് പോകുന്നത് കണ്ടത് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തും അത്തരത്തിലൊരു അസ്ട്രൽ ട്രാവൽ മോഡിലേക്ക് വരികയാണ്. അസ്ട്രൽ ട്രാവൽ പല രീതിയിൽ നമ്മുടെ ഉള്ളിൽ നടക്കാറുണ്ട്. അത്ഭുതകരമായിട്ടുള്ള പറന്നു പോകുന്നത് പോലെയുള്ള യാത്രകൾ, നമ്മളൊരു ഡ്രോൺ ക്യാമറയിൽ കാണുന്നതിനേക്കാളും വ്യക്തമായിട്ട് നമ്മൾ വളരെ നിബിഡമായിട്ടുള്ള വനത്തിലൂടെയും മഞ്ഞിലൂടെയും ഒക്കെ ഒഴുകി നീങ്ങുന്നതായിട്ടുള്ള കാഴ്ചകൾ, നമ്മൾ കൺട്രോൾഡ് ആയിട്ടും അല്ലാതെയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകളൊക്കെ അസ്ട്രൽ ട്രാവലിന്റെ ലക്ഷണങ്ങളായിട്ടാണ് ചില സ്പിരിച്വലിസ്റ്റുകൾ കണ്ടുപോരുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിന് വേറെ രീതിയിലുള്ള ഡെഫിനേഷൻസ് ഉണ്ട്. പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്നത് പാരാസൈക്കോളജിയുടെയും മെറ്റഫിസിക്സിന്റെയും സ്പിരിച്വാലിറ്റിയുടെ, പ്രധാനമായിട്ടും സ്പിരിച്വാലിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ചില ആളുകൾക്ക് NDE ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ആശുപത്രിയിലൊക്കെ വലിയ സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിൽ ICUയിലൊക്കെ കിടന്ന ആളുകൾ അല്ലെങ്കിൽ അനസ്തീഷ്യ സ്വീകരിച്ച ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള OBE ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അല്ലെങ്കിൽ മരണത്തിനെ തൊട്ടടുത്ത് കണ്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ സ്വായത്തമാക്കിയിട്ടുള്ള മൂല്യങ്ങൾ, അയാൾ മനസ്സിലാക്കിയിട്ടുള്ള പെർസെപ്ഷൻസ്, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള സ്വർഗനരകങ്ങളായിരിക്കാം ചിലപ്പം ആ വ്യക്തി കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ആത്മീയ ഡയമെൻഷൻസ് ആയിരിക്കാം ആ വ്യക്തി കണ്ടിട്ടുണ്ടായിരിക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആൻഡ് സിറ്റുവേഷൻ. വ്യക്തികളും സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ ഡീപ്പർ ലെവലുകളിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് ഇത്തരത്തിലുള്ള ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസുകളും ഒക്കെ അസ്ട്രൽ അനുഭവങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ആർ ഓൾസോ ആൻ അസ്ട്രൽ ട്രാവലർ. ഈ ഭൗതിക ലോകത്തിലെ നിങ്ങളും ആത്മീയ ലോകത്തിലെ നിങ്ങളുടെ ഹയർ സെൽഫും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരികയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുകയാണ്. വെളിച്ചം നിങ്ങൾ കണ്ടു, തീർച്ചയായിട്ടും നിങ്ങൾ വെളിച്ചത്തിനെ പിന്തുടരുകയും ചെയ്യും. അതിനുള്ള അടയാളങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നതായിട്ടുള്ള അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്.
അടുത്തതായിട്ടുള്ള അസ്ട്രൽ അനുഭവം എന്ന് പറയുന്നത് ഇന്റൻസ് വിഷ്വലൈസേഷൻ ആണ്. നേരത്തെ പറഞ്ഞ ലൂസിഡ് ഡ്രീമിംഗ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വപ്നങ്ങളുമായിട്ട് വളരെ കണക്ഷൻ ഉള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് അത്രയും ഒരു ഹിപ്നോസിസ് സ്റ്റേജിന്റെ ലെവലിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഹിപ്നോസിസിന് തന്നെ പല ലെവലുകളുണ്ട്. അതിന്റെ ഒരു എൻട്രി ലെവലിന്റെ തൊട്ടടുത്ത് വരെയാണ് നമ്മൾ വിഷ്വലൈസേഷനിൽ എത്തുന്നത്. കാരണം വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ധ്യാനാത്മകമായിട്ട് ഇരുന്നു കൊണ്ട് നമ്മൾ തന്നെ കോൺഷ്യസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുകയാണ്. നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള, നമ്മൾ അറിയാനും കാണാനും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആത്മീയ തലങ്ങളെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും അല്ലെങ്കിൽ മൂവ്മെന്റ്സും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, ഒരുപാട് സിംബോളിസം, ആർക്കിടൈപ്സ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക് അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ്സിലേക്ക്, അസ്ട്രൽ ലെവലിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് ആക്സസ് എടുക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഹൈലി സ്പിരിച്വൽ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ഇത്തരത്തിലുള്ള ദൃശ്യവൽക്കരണം, ഇമാജിനേഷൻ നടത്തുന്ന സമയത്തും, അതിനപ്പുറത്തേക്ക് ഹിപ്നോസിസ് സ്റ്റേജിലാണെങ്കിലും വളരെ ഡെൻസ് ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള, നിബിഡമായിട്ടുള്ള വനങ്ങളുടെയും മറ്റും മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്വർഗീയമായിട്ടുള്ള കാടുകളുടെ ചിത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥയെ വെളിവാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് പല ആളുകളും, ചില ആളുകൾ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ ജനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ജനിക്കുന്നത് തൊട്ട് ചിലപ്പോൾ മരണം വരെയും കെട്ടിടങ്ങൾക്കിടയിലായിരിക്കും ജീവിതം കഴിച്ചു പോകുന്നത്. പക്ഷെ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് പ്രകൃതി എന്നുള്ള ഉത്തരം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അത്തരത്തിൽ പ്രകൃതിയുടെ ഏതോ കാലത്തുണ്ടായിരുന്ന പ്രാചീനമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാകാം. അല്ലെങ്കിൽ ഭാവിയിൽ, ഈ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ ആത്മീയതയിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് മാത്രമാണ്. അപ്പൊ നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാചീനമായിട്ടുള്ള ആത്മീയ ഡയമെൻഷൻസിൽ നിന്നോ നമ്മൾ ആക്സസ് ചെയ്തിട്ട് നമ്മൾ വന്നതായിട്ടുള്ള നമ്മുടെ ഒറിജിന്റെ ചിത്രം തന്നെയാണ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടതായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള സോഴ്സിലേക്കുള്ള വഴി തന്നെയാണ് ഇത്തരത്തിലുള്ള വിവിഡ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻസിൽ കൂടെയും ഇത്തരത്തിലുള്ള വനങ്ങളുടെയും അല്ലെങ്കിൽ പ്യുവർലി നാച്ചുറൽ ആയിട്ടുള്ള അവസ്ഥകളും നമ്മൾ മനസ്സിൽ കാണുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അസ്ട്രൽ ലെവലിലേക്ക് ഇതിലൂടെ ആക്സസ് ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ഇത് എന്നും ഈ അവസരത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഏൻഷ്യന്റ് ഫോറസ്റ്റിന്റെ ചിത്രങ്ങൾക്കും ഭാവനകൾക്കും അപ്പുറത്തേക്ക് അതീവ നിഗൂഢമായിട്ടുള്ള സംഗീതങ്ങൾ, നിഗൂഢമായിട്ടുള്ള ശബ്ദങ്ങൾ, ഇതിനോടൊക്കെ വളരെ താല്പര്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്പിരിച്വാലിറ്റിയുടെ ഡീപ്പർ ലെവലിലേക്ക് പോകും തോറും. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ, ആത്മീയതയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും ശബ്ദങ്ങൾ, പല ആളുകൾക്കും രാത്രിയിലൊക്കെ വിഭിന്നമായിട്ടുള്ള ചില പക്ഷികളുടെയും മറ്റും കരച്ചിൽ കേൾക്കുന്ന സമയത്ത് ഭയമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് സൂചനയാണ് എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് അതിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവുകയാണ്. ഇത്തരത്തിലുള്ള നിഗൂഢതകളോടൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടാവുകയും അതിനെ അന്വേഷിക്കുകയും ചെയ്യുകയാണ്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കരുതി ആ വ്യക്തി സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവസ്ഥയിൽ നോർമാലിറ്റിയിൽ നിന്ന് മാറുകയാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം സൈക്കോളജിയിൽ ഓരോ മാനസിക പ്രശ്നങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഡെഫിനേഷൻ, അതിൻ്റെതായിട്ടുള്ള സൈൻ ആൻഡ് സിംറ്റംസ് ഉണ്ട്. അതൊക്കെ ഒത്തുചേർന്ന് ആ വ്യക്തിക്കും അവരുടെ ചുറ്റിനുള്ള ആളുകളുടെ ജീവിതത്തിനും പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ അതിനെ ഒരു മാനസിക രോഗം, അതിന് പ്രത്യേക കാലയളവൊക്കെ ഉണ്ട്. അങ്ങനെ മാത്രമാണ് നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസസിനെ സംബന്ധിച്ചിടത്തോളം ദീസ് ആർ ടെമ്പററി ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു അപ്ലിഫ്റ്റ് യുവർ ലൈഫ് എന്നുള്ളതാണ് പറയാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ചുറ്റിനുമുള്ള ജീവിതത്തിനെ ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനെയും സന്തോഷത്തിനെയും വർദ്ധിപ്പിക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ട്, യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ അത്രയും ആത്മീയ വളർച്ച ഇല്ലാത്ത ആളുകളെയും കൂടി അവർക്കും കൂടി ഉപകാരമുണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വോളായിട്ട് നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകളും ഷിഫ്റ്റ് ചെയ്യുകയാണ്, ഉയർത്തപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സ്പിരിറ്റ് വേൾഡിൽ നിന്ന് ആക്സസ് ലഭിക്കുകയാണ്, ഹെൽപ്പ് ലഭിക്കുകയാണ്. നിങ്ങൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിനെ സാക്ഷാത്കരിക്കുവാനും മോക്ഷപാതയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടും സാധിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു കരം നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഈസ് അബൌട്ട് എനർജി സെൻസിറ്റിവിറ്റി ആണ്. സ്പിരിച്വലി ഹൈ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈബ്രേഷൻ വളരെ ഉയർന്നതായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അവരുടെ ഓറ അതിശക്തമായിരിക്കും എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ചിന്തകൾ വളരെ ശക്തമായിട്ടുള്ള എനർജീസ് ആണെന്നുള്ളതും അത് മറ്റുള്ളവരിൽ വളരെ ഈസി ആയിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുകയും ചെയ്യും. ഒരാളെ കുറിച്ച് വിചാരിക്കുന്ന സമയത്ത് അയാളുടെ കോൾ എത്തുകയോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് അയാൾ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് അതിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ഇതൊന്നും ഒരു അത്ഭുതമല്ല എന്നുള്ള തോന്നൽ തീർച്ചയായിട്ടും സ്പിരിച്വലി
വളരെയധികം എവോൾവ് ആയി പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ട് ഇടപെടുന്ന സമയത്ത്, ചില സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, ചില ആൾക്കൂട്ടങ്ങള്, ചില പ്രത്യേക രീതിയിലുള്ള സാഹചര്യങ്ങളെ ഒന്നും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറിപ്പോകണമെന്നുള്ള ശക്തമായിട്ടുള്ള തോന്നൽ, അവിടെ നിന്ന് കഴിയുന്ന സമയത്ത് വളരെയധികം എനർജി ഡ്രെയിൻ ആകുന്നതായിട്ടുള്ള അവസ്ഥ, ചില വ്യക്തികളുമായിട്ട് ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ സ്പിരിച്വൽ എനർജീസ് നമ്മളിൽ വർക്ക് ചെയ്യുന്നതിന്റെ മറ്റു ചില ലക്ഷണങ്ങളാണ്. പക്ഷെ ഈ അവസ്ഥകൾ നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കാനോ നമ്മളുടെയും മറ്റുള്ളവരുടെയും ഗ്രോത്തിനെ സ്റ്റണ്ട് ചെയ്യിക്കുന്നതായിട്ടുള്ള അവസ്ഥയല്ല. അതിനപ്പുറത്തേക്ക് നമ്മളുടെ വളർച്ചയിലേക്കും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുമാണ് ഇത് വഴിവെക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാരാസൈക്കോളജി, മെറ്റഫിസിക്സ്, സ്പിരിച്വാലിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഫിലോസഫി പോലുള്ള സബ്ജക്റ്റുകളിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവുകയും ജീവിത വീക്ഷണങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ വിജയിക്കേണ്ടതിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും ചിലരത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ അവരുടെ കർമ്മത്തിനനുസരിച്ചാണ്. ചിലരുടെ കർമ്മത്തിൽ അവർ ഉയരുക എന്നുള്ളതാണ്, അവരുടെ ചുറ്റിനുമുള്ളവർക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ഗുരുക്കന്മാരെ പോലെ മറ്റുള്ളവരെ ടീച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് സ്പിരിച്വൽ വേൾഡിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന്റെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതിന്റെയും ഒക്കെ അടയാളങ്ങളായിട്ട് നമ്മളുടെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഉയർന്നു കഴിയുന്ന സമയത്ത് സ്പിരിറ്റ് വേൾഡിൽ നിന്നുള്ള മറ്റ് ആത്മാക്കളുടെ സഹായം, മാലാഖമാർ, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണോ വിശ്വസിക്കുന്നത് അതിന്റെ ആർക്കിടൈപ്സുമായിട്ട് നമുക്ക് ആക്സസ് ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ വിശ്വസിച്ചുകൊണ്ടല്ല ആക്സസ് ലഭിക്കുന്നത്. ചില ചിന്തകന്മാർ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നത് എന്തും പണ്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷനിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആർക്കിടൈപ്സ് പോലുള്ള കൺസെപ്റ്റുകൾ കമ്മിങ് ഫ്രം സംവെയർ നമ്മുടെ ബ്രെയിനിലേക്ക് കാലാകാലങ്ങളായിട്ട് നമ്മളുടെ DNA വഴി ഭൗതികമായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഭാവനയിലൂടെയും ഒക്കെ എത്രയോ പൂർവികന്മാർ തലമുറകൾ കടന്നു പോകുന്നതിനനുസരിച്ച് വന്നു ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത്ഭുതകരമായിട്ട് ഈ തലമുറകളുടെ ശ്രേണികളിലേക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പഴയ ആത്മാക്കൾ വീണ്ടും പുനർജനിക്കുന്നതായിട്ടും അതുപോലെ തന്നെ പുതിയ ആത്മാക്കൾ ഭൂമിയിലേക്ക് ജന്മം കൊള്ളുന്നതായിട്ടുമൊക്കെ. അവരുടെ കർമ്മങ്ങളും പ്രവർത്തികളും അവരുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻസ്, നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ആൻസിസ്റ്റർ സോൾസ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ വലിയ കർത്തവ്യങ്ങളും ഉദ്യമങ്ങളുമായിട്ട് വരുന്നതാണ്. അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കെട്ടിപ്പൊക്കുക എന്നതിനപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മോക്ഷത്തിലേക്കും ജ്ഞാനോദയത്തിലേക്കും എത്താനായിട്ട് സാധിക്കുകയും നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു ചിന്ത സാധാരണ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് അപ്പുറത്തേക്ക് സ്പിരിച്വൽ ലെവലിൽ നോക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചവും ദൈവവും നമ്മളും എല്ലാവരും ഒന്നാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുകയാണ്. ഹയർ സെൽഫിലേക്ക് നമ്മൾ കണക്ട് ആകുന്ന സമയത്ത് നമ്മൾ ഹയർ സെൽഫിലേക്ക് ഇങ്ങനെ മെർജ് ചെയ്യുന്നതിന്റെ ചില അടയാളങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഉയർന്ന ആത്മീയതയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ തന്നെ പറയുകയാണ്, ഞാനും ദൈവപുത്രനാണ്, അഹം ബ്രഹ്മാസ്മി തത്വമസി, നമസ്തേ.